കമലേശ്വരത്ത് അമ്മയെയും മകളെയും സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ എല്ലാവർക്കും സന്തോഷമാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരമ്മയും കുടുംബത്തെയും അതുപോലൊരു മകളെയും തന്നെ വേദനിപ്പിച്ചു എന്നത് തന്നെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സൂചിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നതും. എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. എന്തിനായിരുന്നു ഈ ഒരു ക്രൂരത എന്നത് ഇപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അത്രമേൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായി ഇത് പ്രത്യേകിച്ച് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. സജിതയുടെയും ഗ്രീമയുടെയും മരണത്തിന് പിന്നാലെ അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കവേ മുംബൈയിൽ വെച്ചാണ് പൂന്തുറ പോലീസ് ഇയാളെ പിടികൂടിയത്. സ്വന്തം ഭാര്യയെയും അവരുടെ അമ്മയെയും മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം ഒന്നും അറിയാത്തവനെ പോലെ വിദേശത്തേക്ക് മുങ്ങാനായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട നീക്കം. അയർലൻഡിൽ കോളേജ് അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ സ്വന്തം അപ്പച്ചിയുടെ മരണാനന്തര ചടങ്ങിനാണ് സ്വന്തം ഭാര്യയെയും അവരുടെ അമ്മയെയും അപമാനിച്ചത്. ലോകമറിയുന്ന സ്ത്രീ രത്നമാണ് മരിച്ചത് അപ്പച്ചി. 6 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ കേവലം 25 ദിവസം മാത്രം കൂടി താമസിച്ച് ഉപേക്ഷിച്ചു പോയ ഭാര്യ ഗ്രീമ ഈ ചടങ്ങിന് വെച്ച് ഉണ്ണികൃഷ്ണനെ കണ്ടിരുന്നു. എന്നാൽ ആ വേദിയിൽ വെച്ചും ഗ്രീമയെ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് ഇയാൾ പെരുമാറിയത്. ബന്ധം തുടരാൻ തന്നെ താല്പര്യമില്ലായിരുന്നുവെന്നും വിവാഹമോചനം വേണമെന്നും കർക്കശമായി പറഞ്ഞതോടെ ആ കുടുംബത്തിൽ അവസാന പ്രതീക്ഷയും തകരുകയായിരുന്നു. ആ ചടങ്ങിൽ അനുഭവിച്ച കടുത്ത അപമാനമാണ് അമ്മയെയും മകളെയും ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. മരണാനന്തര ചടങ്ങിനിടെ അപമാനം സഹിക്കാൻ കഴിയാതെ അമ്മ കുഴഞ്ഞു വീഴുകയായിരുന്നു. വിവാഹ സമയത്ത് ഗ്രീമയുടെ വീട്ടുകാർ നൽകിയ 200 പവനിലധികം സ്വർണവും വസ്തുക്കളും എവിടെയെന്ന് ചോദിച്ച് ഇപ്പോൾ ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ അടുത്ത പ്രശ്നമായി തന്നെ മാറുന്നത്. ഗ്രീമയെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണം ബന്ധുക്കളും ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീധന പീഡനത്തിനും ആത്മഹത്യ പ്രേരണയ്ക്കും പുറമെ സാമ്പത്തിക തട്ടിപ്പിനും ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് കുടുംബം നൽകുന്നത്. ഗ്രീമയുടെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ പറയുന്നത്, എൻ്റെ സ്വത്തുക്കളോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതൊന്നും ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൊടുക്കരുത്, മറിച്ച് തൻ്റെ അമ്മയുടെ സഹോദരങ്ങൾക്ക് മാത്രം നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അതാണ് ഇപ്പോൾ കൃത്യമായി തന്നെ എല്ലാവരും പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ മരണം അല്ലെങ്കിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള അപകടം ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലുള്ള മരണം, ആത്മഹത്യ, ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് കൂടി വരുന്നു. സ്ത്രീധനം ചോദിക്കരുത് പറയരുത് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിലും അതൊന്നും എവിടെയും നിൽക്കുന്നില്ല എന്ന് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും ഇതിനെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നു. സ്ത്രീധന പീഡനത്തിന് ഒരു കുറവുമില്ല. ഇപ്പോഴും കുട്ടികൾ വീട്ടിൽ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ തന്നെ സങ്കടമാണ്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കുട്ടികളെ അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയക്കുന്ന ഒരു കാലമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.